നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പരമാവധി ആളുകൾക്ക് ഫോർവേഡും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു TV ന്യൂസ് ചാനൽ പോലെ എല്ലാവിധ വിഷയങ്ങളെയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇന്ന് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് രാജ്യത്ത് നടക്കുന്നത്. സംഘപരിവാർ സംഘടനകളെന്ന് പറഞ്ഞാൽ BJP അല്ല. BJP ഒരു സംഘടന മാത്രമാണ്. സംഘപരിവാർ വേറെ ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ BJPയുമായി ശക്തമായി BJPയുടെ ആശയങ്ങളോട് ശക്തമായി അനുകൂലിക്കുന്നവരുണ്ട്. ശിവസേനയെ പോലുള്ള ഗ്രൂപ്പുകളായി മാറി നിൽക്കുന്നവരുണ്ട്. പല പല തരത്തിലാണ്. അല്ലാതെ എല്ലാ ഹൈന്ദവ സംഘപരിവാർ സംഘടനകളും എല്ലാം BJP അനുകൂല നിലപാടെടുക്കുന്ന സംഘടനകളൊന്നുമല്ല. പക്ഷേ എന്നാൽ രാജ്യത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്ത് ബഹളം ഉണ്ടാക്കിയാലും അതെല്ലാം BJPയുടെ അക്കൗണ്ടിലേക്ക് വരികയും BJP എന്തോ വലിയ ന്യൂനപക്ഷ വിരുദ്ധ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ചർച്ചയിലേക്ക് പോകും. ഇവിടെ ഇപ്പോൾ കാളവെറ്റപ്പോൾ കയറെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ജോർജ് കുര്യൻ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം ന്യൂനപക്ഷത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് മന്ത്രിയാക്കി. അത് ക്രിസ്ത്യൻ സമുദായത്തെ സ്വാധീനിക്കുവാനും ക്രിസ്ത്യാനികൾക്ക് അംഗീകാരം കൊടുക്കാനും തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആക്കി അദ്ദേഹം ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ് മത്സ്യമേഖലയിലൊക്കെ അദ്ദേഹം ഇപ്പോൾ ചെലവാക്കി. അതിന് നമ്മുടെ സജി ചെറിയാൻ പ്രകീർത്തിക്കുകയും ചെയ്തു. പ്രകീർത്തിച്ചിട്ട് ഒരാഴ്ചയായില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ഇതെല്ലാം കൂടി തിരിച്ച് മറിച്ച് BJPക്കെതിരെ എങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ കമ്മിയും സുഡാപ്പിയും കൊങ്ങിയും എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഛത്തീസ്ഗഡിൽ സംഭവിച്ചത്. ഛത്തീസ്ഗഡിൽ ശരിക്കും പറഞ്ഞാൽ 2 കന്യാസ്ത്രീകൾ അംബുജ്മഠ് എന്ന് പറയുന്ന നാരായൺപൂർ എന്ന് പറയുന്ന ജില്ലയിലുള്ള അംബുജ്മഠ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 2 കുട്ടികളെയും ഒരു മുതിർന്ന കുട്ടിയെയും, അങ്ങനെ കണ്ടാൽ 2 കുട്ടികൾക്ക് 18 വയസ്സായില്ലാന്ന് തോന്നുന്നു. പക്ഷേ 3 പിന്നെ 18 വയസ്സായെന്ന് പറയുന്നു. എന്തായാലും 3 കുട്ടികളെയും കൊണ്ട് പിന്നെ ദുർഗ ജില്ലയിലുള്ള ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നു. അപ്പോൾ അവിടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗമായ ബജ്രംഗ് ദളിൻ്റെ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബജ്രംഗ് ദളിൻ്റെ ജില്ലാ കാര്യവാഹക് രാജ് പുതുജിയും ഇന്ദ്രജിത് മഹാരാജു എന്ന് പറയുന്ന ആളുകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസുകാരൻ ഇവരോട് പ്ലാറ്റ്ഫോം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലല്ല, സിസ്റ്റർ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് അവർ കുട്ടികൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർമാരോട് ചെന്ന് ചോദിച്ചു ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന രേഖ ഏതാണ്, ഇത് ഏത് കുട്ടികളാണ്, എന്താണെന്ന് ചോദിച്ചു. അതിൽ ഒരുപാട് കൺഫ്യൂഷനുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കിട്ടുന്ന ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൻ്റെ വാദം. ഇനി ഇവിടെ വേറെ ചില പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് ഈ അംബുജ്മഠിൻ്റെ പ്രത്യേകത? അവിടെ അംബുജ്മഠിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാരായൺപൂർ ജില്ല പോലെ ഒരു 14 ജില്ലകളുണ്ട് അവിടെ. ആ 14 ജില്ലകളിൽ 7 ജില്ലകളെന്ന് പറഞ്ഞാൽ ബസ്തർ ജില്ലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബസ്തർ ജില്ലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനില്ല, പോസ്റ്റ് ഓഫീസില്ല. നക്സൽബാരികളാണ് അവിടെ ഭരിക്കുന്നത്, മാവോയിസ്റ്റുകളാണ് ഭരിക്കുന്നത്. അവിടെ മാവോയിസ്റ്റുകൾ ഭരിക്കുന്ന ബസ്തർ എന്ന് പറയുന്ന ബസ്തർ ജില്ലകളിൽപ്പെട്ട നാരായൺപൂർ ജില്ലയിലെ അംബുജ്മഠ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പെൺകുട്ടികളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ദളിത് വിഭാഗത്തിലുള്ള കുട്ടികളാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ദണ്ഡ്വാഡ് എന്ന് പറയുന്ന 60 കിലോമീറ്റർ ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയ അംബുജ്മഠിൻ്റെ അടുത്തുള്ള 60 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡ്വാഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാതെ 200 കിലോമീറ്റർ അപ്പുറമുള്ള ദുർഗ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും ആഗ്രയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോഴാണ് പോലീസ് ഇവരോട് രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ രേഖകളൊക്കെ ചോദിച്ചപ്പോൾ അതിലെന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. ഇതിനിടയിൽ ബജ്രംഗ് ദൾക്കാർ പറഞ്ഞു ശരിയല്ലെങ്കിൽ അവരെ വിടരുത്, അവരെ അറസ്റ്റ് ചെയ്യണം, ഇത് മനുഷ്യക്കടത്താണോ എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ മതം മാറ്റമുണ്ടോ, ഈ കുട്ടികളുടെ മതം ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പറഞ്ഞാണ് പോലീസ് പിടിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇപ്പോൾ കന്യാസ്ത്രീയുടെ ഒരു വസ്ത്രം ഇട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സന്യാസി നമ്മളൊരു കാവി എടുത്തൊരു സന്യാസിയോ, അല്ലെങ്കിൽ ഒരു മുസ്ലിമായിട്ടുള്ള വസ്ത്രം, മുസ്ലിങ്ങളുടെ അറിയാൻ പറ്റുന്ന മുല്ലാക്ക അല്ലെങ്കിൽ പള്ളിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇമാമിൻ്റെയൊക്കെ പോലുള്ള ആളുകളുടെ വസ്ത്രധാരണം ധരിച്ചിരിക്കുന്ന ആളുകളെ പിടിച്ചാൽ ആ മതത്തിലുള്ളവർ വലിയ ബഹളം ഉണ്ടാക്കും. ഇപ്പോൾ സന്യാസിയെ പിടിക്കുമ്പോഴും ഇങ്ങനെ ഹിന്ദു സംഘടനകളെല്ലാം കൊടുക്കുന്ന ബഹളം ഉണ്ടാക്കും. ഒരു സന്യാസിയെ പിടിച്ചു, അങ്ങനെ നോക്കരുത്. ഏത് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് മെരിറ്റ് ഉണ്ടോ, ഈ വിഷയത്തിൽ മെരിറ്റ് ഉണ്ടെങ്കിൽ അത് കേസ് പറയണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം കന്യാസ്ത്രീകളായി പിടിച്ചു, ശരിയാണ്, മുഴുവൻ കന്യാസ്ത്രീകളെയും പിടിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഛത്തീസ്ഗഡിലെ BJP അധികാരത്തിൽ വന്ന് ഇനി ഇവിടെ ഒരു കന്യാസ്ത്രീകളും വേണ്ട, എല്ലാ കന്യാസ്ത്രീകളെയും പിടിച്ചോളാം, എല്ലാ അച്ഛന്മാരും, അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, കേരളം പോലല്ല,
ഈ സ്ഥലങ്ങളിൽ വ്യാപകമായ രീതിയിൽ മതപരിവർത്തന ശ്രമങ്ങൾ നടക്കുന്നതിൽ ആക്ഷേപമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നടക്കുന്നില്ല എന്ന് വിചാരിക്കുക, ഇനി നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ പരസ്പരം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഹിന്ദു സംഘടനകളും ഹൈന്ദവ സംഘടനകളും മുസ്ലിം സംഘടനകളും പള്ളിയിലും അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ പരസ്പരം ചർച്ച ചെയ്ത് മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജ്യോതിഷ് ശർമ്മയെ പോലുള്ള ഒരു വനിതയാണ്. അവർ ഈ ബജ്രംഗ് ദളിൻ്റെ വനിത, അതായത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വനിതാ വിഭാഗം നേതാവാണ്. അവരുടെയൊക്കെ പരാതി വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നു, മനുഷ്യക്കടത്ത് നടക്കുന്നു. ഇത് ചർച്ച ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഒഴിവാക്കി സത്യവും മെരിറ്റും എന്താണെന്ന് മനസ്സിലാക്കി ചർച്ച ചെയ്യുന്നതിന് പകരം അവിടെ അത് ക്രിസ്ത്യാനികളെ ആയതുകൊണ്ട്, രണ്ട് കന്യാസ്ത്രീകളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും പള്ളിയിലച്ചന്മാരും അവരുടെ ആശങ്കകളും ദുഃഖവും പറയും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കയറി ഇതാ രാജ്യത്ത് മുഴുവൻ ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കിയിരിക്കുകയാണ് മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കിയിരിക്കുകയാണെന്നുള്ള തരത്തിലുള്ള വ്യാപകമായ ചർച്ച. പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നു, അസംബ്ലിയിൽ ബഹളമുണ്ടാക്കുന്നു, എല്ലാവരും തെക്കോടുന്നു വടക്കോടുന്നു. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒരു ക്രിസ്ത്യൻ സ്നേഹവുമല്ല. നമ്മൾ മുനമ്പത്ത് കണ്ടതാണ്. എന്തെങ്കിലും ക്രിസ്ത്യൻ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ അസംബ്ലിയിൽ ഒന്നിച്ച് ബില്ല് പാസ്സാക്കത്തില്ല വഖഫിനെതിരെ. ഇവിടെ കിട്ടുന്നിടത്ത് തരാതരം പോലെ ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഉപയോഗമാണുള്ളത്. വഖഫ് വിഷയത്തിൽ മുസ്ലിങ്ങളെ കൂടെ നിന്നാലാണ് ഗുണമുണ്ടാവുക എന്ന് കേരളത്തിലെ കോൺഗ്രസിനും CPM-നും അറിയാം. അവർ ആ കളി കളിക്കുന്നു. ഗാസ വിഷയത്തിൽ അല്ലെങ്കിൽ പാലസ്തീൻ വിഷയത്തിൽ ഗാസയ്ക്ക് അനുകൂലമായും പാലസ്തീൻ അനുകൂലമായും നിന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് 4 വോട്ട് കിട്ടുമെന്ന് CPM കരുതി അതിൻ്റെ ഗിമ്മിക്ക് കളിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ വ്യാപകമായി BJP-യിലേക്ക് പോകുന്നു. ക്രിസ്ത്യൻ മന്ത്രി ഉണ്ടാകുന്നു, അനൂപ് ആന്റണിയെ പോലുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ടാകുന്നു, ഷോൺ ജോർജിനെ പോലുള്ള വൈസ് പ്രസിഡന്റുമാരുണ്ടാകുന്നു. BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ്, വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവരെല്ലാം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കയറി വന്നവരുമല്ല. എന്നിട്ട് പോലും ഇപ്പോൾ ഷോൺ ജോർജൊക്കെ വേറെ പാർട്ടിയിൽ നിന്ന് വന്ന ആളാണ്. എന്നിട്ട് പോലും ഇത് കൊടുക്കുന്നത് കൃത്യമായി ഒരു ഭയമുണ്ടെങ്കിൽ, അവരുടെ ഇടയിൽ ഒരു ന്യൂനപക്ഷ സമുദായങ്ങളുടെയും മതങ്ങളുടെ ഇടയിൽ ഭയമുണ്ടെങ്കിൽ അത് മാറട്ടെ, അവർ കൂടി വിശ്വാസത്തിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അത് കോടതി പരിശോധിക്കുന്നതിൻ്റെ ഒരു വിഷയമാണ്. പരിശോധിച്ച് അവർ തെറ്റ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും അത് പുറത്തുവിടേണ്ടതാണ്. യാതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് വേറൊരു വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. എന്തായാലും കന്യാസ്ത്രീകളായതുകൊണ്ട് ഈ പറയുന്ന ഒരു ആശങ്ക ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരോ പറയുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ ആശങ്കയുണ്ട്. അവിടെ മതപരിവർത്തനം പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ സഭകൾ അത് ചർച്ച ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഈ മതപരിവർത്തനത്തെയും മനുഷ്യക്കടത്തിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്കകളാണ് പല സ്ഥലത്തും ഉള്ളത്. ഇവിടെ ഇത് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളാണ്. അവരെ കിലോമീറ്ററുകളോളം 300 കിലോമീറ്റർ ദൂരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റൊരു സ്റ്റേറ്റിൽ ആഗ്രയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ഛത്തീസ്ഗഡിൽ നിന്ന് വിളിച്ചിട്ട് ആഗ്രയിലേക്കാണ് കൊണ്ടുപോകുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. ഇനി ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ആയിരുന്നപ്പോൾ 1960കളിൽ ശക്തമായ നിയമമുണ്ട്. ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ ശക്തമായ നിയമങ്ങളുള്ളൊരു സ്റ്റേറ്റാണ്. അത് ഛത്തീസ്ഗഡിലെ നിയമമുണ്ട്. ആ സ്ഥലത്താണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിതെറ്റുകൾ ഇതാണ്. ഈ ശരിതെറ്റുകൾ മനസ്സിലാക്കാതെ ദയവായി ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത ഡയലോഗുകൾ അടിച്ച് അതൊരു പൊളിറ്റിക്കൽ ഗെയിൻ ആണ് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. ആ ഗെയിം നല്ലതല്ല. തീർച്ചയായിട്ടും മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങട്ടെ. ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും മെരിറ്റോ എന്തെങ്കിലും കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലല്ലോ. പോലീസല്ലേ FIR ഒക്കെ എടുക്കുമ്പോൾ. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടണം. അതില്ലാതെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ വേണം. പിന്നെ രാജ്യത്ത് ഏത് സ്റ്റേറ്റിൽ എന്തുണ്ടായാലും മോഡി രാജിവെക്കണം, മോഡി ഉടനെ തന്നെ മറുപടി പറയണം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ലാൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെയാണ്. അത് ഫെയിലിയർ ആകുമ്പോഴാണ് സെൻട്രലിന് ഇടപെടാൻ പറ്റുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഉടനെ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ഓർഡറിൽ വരുന്നതല്ല. അതുകൊണ്ടാണ് അമിത്ഷാ രാജിവെക്കണം, മോദി രാജിവെക്കണം എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല. എന്തായാലും ഛത്തീസ്ഗഡിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവർ അത് കാര്യങ്ങൾ നോക്കട്ടെ. അവിടെ കോടതിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഇതിനാവശ്യമായ കാര്യങ്ങൾ നീക്കട്ടെ. അതിനിടയിൽ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുവച്ച് നടത്തും പോലെ അല്ലെങ്കിൽ മുട്ടനാടിനെ തമ്മിലിടിപ്പിച്ച് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള വേറൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതെല്ലാ ഭാഗത്തും കാണാറുണ്ട്. ഹിന്ദു സന്യാസിയെ ചെയ്താൽ അപ്പുറത്ത് കാണും, ക്രിസ്ത്യാനികളെ ചെയ്താൽ ഇപ്പുറത്ത് കാണും, മുസ്ലിങ്ങളെ ചെയ്താൽ വേറെ സ്ഥലത്ത് കാണും. ഒരു സ്ഥലത്തും അത് പാടില്ല. മതത്തിൻ്റെ വഴിക്ക്, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക്, രണ്ടായി തന്നെ നിന്നില്ലെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാവുക. രണ്ടും രണ്ടു തരം വികാരമാണ്.